ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഇഫ്താർ സീരീസിൽ ചെയ്യാൻ പോകുന്നത് ഒരു കേക്കാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കേക്കിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഗ്ലാസ് കേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ബേക്ക് ചെയ്യാണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് നമുക്ക് തന്നെ കാണാനായിട്ട് പറ്റും. നമ്മളൊരു ഗ്ലാസിൻ്റെ ഉള്ളിൽ കാണുന്നത് പോലെ നമുക്കത് കാണാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മളിതിനെ ഗ്ലാസ് കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ഇതുപോലെയുള്ള അടിപൊളി കുക്കിംഗ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ന്യൂ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്യാം. ആദ്യം നമുക്ക് വേണ്ടത് ഫ്രൂട്ട്സ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കിവി, ആപ്പിൾ, മാങ്ങ, പിന്നെ എടുത്തിട്ടുള്ളത് മാതളം, ബ്ലാക്ക്ബെറീസ്, മുസമ്പി, ആപ്പിൾ കുറച്ച് തൊലി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്, മുന്തിരി. നമ്മൾ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് വേണ്ടത് ജെലാറ്റിനാണ്. 50 ഗ്രാം എടുത്തിട്ടുണ്ട്. ജെലാറ്റിൻ ഇല്ലെങ്കിൽ നമുക്ക് ചൈന ഗ്രാസ് ആയാലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/4 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. 1/4 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പഞ്ചസാര നന്നായിട്ട് ലയിച്ച് ചേരണം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ജെലാറ്റിൻ കുറച്ച് വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്ത് വെക്കുക. നമ്മൾ 50 ഗ്രാം ജെലാറ്റിനാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ നന്നായി മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ജെലാറ്റിൻ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ജെലാറ്റിനും അതുപോലെ തന്നെ നന്നായി മെൽറ്റ് ആവണം. അപ്പോൾ നമ്മുടെ സിറപ്പ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു ട്രേ എടുക്കാം. നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിനനുസരിച്ചിട്ടുള്ള ട്രേ എടുക്കാം. അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അടിഭാഗം ഫില്ലാവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. 2-3 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫ്രൂട്ട്സ് ഇതേപോലെ അതിൻ്റെ ടോപ്പിലായിട്ട് വെച്ച് കൊടുക്കുക. എല്ലാ ഫ്രൂട്ട്സും മിക്സ് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. നമ്മൾ ഏതൊക്കെ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ടോ ആ ഫ്രൂട്ട്സ് എല്ലാം തന്നെ ഫസ്റ്റ് ലെയർ ഇതേപോലെ വെച്ച് കൊടുക്കുക. എല്ലാ ഫ്രൂട്ട്സും മിക്സ് ചെയ്തിട്ട് വേണം ഫസ്റ്റ് ലെയറിൽ വെച്ച് കൊടുക്കാനായിട്ട്.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ കേക്ക് കട്ട് ചെയ്യുന്ന പോലെ ഇതേപോലെ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. കുറച്ച് ജെല്ലി ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ സൂക്ഷിച്ച് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്.